എന്തായിരിക്കും അവസ്ഥ 4-ാം തീയതി ആകുമ്പോൾ? 4-ാം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ചരിത്രം തിരുത്തിക്കൊണ്ട് വീണ്ടും അധികാരത്തിൽ വരും. ഇവിടെ സുനിൽകുമാർ സൂചിപ്പിച്ച പോലെ 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഓൾട്ടർനേറ്റീവ് ഗവൺമെന്റ് ആയതുകൊണ്ട് കോൺഗ്രസ് പല കണക്കൂട്ടലുണ്ടായിരുന്നു, പല ചർച്ചകൾ നടത്തി. ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രിമാരെ മാത്രമല്ല, അന്ന് കളക്ടർമാരെ വരെ നിശ്ചയിച്ചു, ലിസ്റ്റ് എഴുതിയെന്നാണ്. പക്ഷെ എന്തുണ്ടായി? ഉണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. ആ നിലയ്ക്കുള്ള ചർച്ച വരെ നടന്നു. കാരണം ഉറപ്പ് ഗവൺമെന്റ് വരുമെന്നല്ല ചിന്തിച്ചത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2021 വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി പോവാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എന്തിനു മാറ്റി നിർത്തണം കേരളം? അതല്ലേ കാര്യം. കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെ മാതൃകാപരമായ വോട്ടിംഗ് പെർസെന്റേജ് കൂടി, പൊതുവെയുള്ള വോട്ടിംഗ് പെർസെന്റേജ് കൂടി, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏത് ഘടകമായിരിക്കും LDFിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കാൻ പോകുന്നത്? അല്ല, ഇവിടെ നമുക്കറിയാമല്ലോ, സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചു. സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഭാര്യമാർ വേലക്കാരല്ല. അങ്ങ് ശ്രദ്ധിച്ചുള്ളത്. ഇത് നേരത്തെ മനസ്സിലാക്കിയ മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. വെറുതെ ഒരു ജോലിയില്ല വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ, ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരു അംഗീകാരമില്ലായിരുന്നു. 1000 രൂപ പ്രഖ്യാപിച്ചില്ലേ? അതൊരു വലിയ അംഗീകാരമല്ലേ സ്ത്രീകൾക്ക്? അതുകൊണ്ടാണ് വലിയ ക്യൂ ഉണ്ടായത്. അങ്ങനെ അത് മാത്രമല്ലല്ലോ, പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന ആളുകൾക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചു. ഇതുപോലെ വ്യക്തികളെ സഹായിച്ച ഒരു ഗവൺമെൻറ് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. വികസനം എന്ന് പറയുന്നത് റോഡും പാലവും മാത്രമല്ല. റോഡും പാലവും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. ഈ 10 വർഷം കൊണ്ട് കേരളത്തിൽ ഇന്നോളം നടക്കാത്ത വികസനം നടന്നു നമുക്കെല്ലാം അറിയാം. ഞാൻ എൻ്റെ കോർപ്പറേഷൻ ചെയർമാനാണ്. ഞാൻ എൻ്റെ ഓഫീസ് കോഴിക്കോടാണ്. ഞാൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കത്ര അഭിമാനകരമായ കാലിഫോർണിയയിൽ യാത്ര ചെയ്യുന്ന പോലെയല്ലേ നമ്മുടെ ദേശീയപാത? അതിനു മുമ്പുണ്ടായിട്ടുണ്ടോ? സൗകര്യപ്രദമായ കാര്യങ്ങളായി ഈ വികസനമെല്ലാം. മുഖ്യമന്ത്രി ന്യൂയോർക്കിൽ കൂടെ പോകുന്ന കാര്യമാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തിന് ഞാൻ കേരളത്തിൽ അല്ല, ഒരു കാര്യം ഞാൻ പറയാം. പക്ഷെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇടിഞ്ഞു വീഴും. വാഴയ്ക്ക ന്യൂയോർക്കിനേക്കാൾ മെച്ചമാണ് കേരളം. അല്ല, ഇടയ്ക്കിടയ്ക്കെല്ലാം ഇടിഞ്ഞു വീഴും. ജനിക്കുമ്പോ 6 പേര് മരിക്കുന്നു അമേരിക്കയിൽ. നമ്മുടെ കണക്കനുസരിച്ച് കേരളത്തിൽ 1000 കുട്ടികൾ. രണ്ടത്താനുടെ ജില്ലയിലൊക്കെ ഓരോ ഒന്നാമതായി. ചെറിയൊരു കാര്യം. അപ്പോൾ ആ നിലയിൽ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ പറഞ്ഞിരിക്കുന്നതല്ല. അല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നറിയാം, ഇതൊക്കെ വളരെ നേരത്തെ നടക്കേണ്ടതായിരുന്നു. സൗത്ത് നോർത്ത് എക്സ്പ്രസ് വേ എന്ന് പറയുന്ന രീതിയിൽ ഒരു റോഡ് ഇതുപോലെ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചതാ. അന്ന് പാൽക്കാരി പാർവിന്റെ പശുവിനെ എങ്ങനെ അക്കരെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചത് നിങ്ങളാണ്. അപ്പുറത്തേക്ക് അടച്ചുവെന്ന് ആ ചോദിച്ചത് ആരും മറന്നിട്ടില്ല. ഇതുപോലെയുള്ള ഒരു റോഡ് കൊണ്ടുവരാനുള്ള ശ്രമത്തെ അന്ന് പരാജയപ്പെടുത്തിയവരാണ് എന്ന് സത്യം തിരിച്ചറിയണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി 2014 പിണറായി വിജയൻ വന്നപ്പോൾ അദ്ദേഹമാണ് ഡൽഹിയിൽ പോയി ഈ ഓഫീസ് തുറക്കണമെന്ന് പറയുകയും അന്നൊരു കണ്ടീഷൻ വെച്ചു. നേരത്തെ ആയിരുന്നെങ്കിൽ അതിനു മുമ്പ് UDF അല്ല, രണ്ടത്താണിക്കും എനിക്കും അറിയാം. ആ എക്സ്പ്രസ് ഹൈവേ അല്ല ഈ SSI, ഈ നാഷണൽ ഹൈവേ വികസനം. ഇത് ദേശീയപാത വികസന അതോറിറ്റിയുടെ നേരിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ നടത്തുന്ന